അസ്സലാമലൈക്കും. നമുക്ക് പാലക്കാടൻ സ്റ്റൈലിൽ ഒരു കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടുമ്പോൾ വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഇട്ട ശേഷം അന്ന് മൂത്ത ശേഷം കറിവേപ്പില ഇടും. മൂത്ത ശേഷം നമുക്ക് തേങ്ങ ഇടാം. ചെറിയ തേങ്ങ ഇട്ടിട്ട് നല്ലോണം വറുക്കുക. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി കടലപ്പരിപ്പ് ഇടാം. അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പച്ചക്കറി വേവിച്ചിട്ടാം. അതായത് പച്ചക്കറിയിൽ ചേന, പിന്നെ ക്യാരറ്റ് കറി വേവിച്ചിടാം. ഇനി ചേന, ക്യാരറ്റ്, പിന്നെ വാഴക്ക, പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെക്കുക. എന്നിട്ട് അത് അതിലേക്ക് കൊട്ടുക. പച്ചക്കറി ഇട്ട ശേഷം നല്ല ഇളക്കി യോജിപ്പിക്കുക. യോജിച്ച ശേഷം നമുക്ക് തേങ്ങ അരച്ചത് കൂട്ടാം. ആദ്യം ചതച്ചിട്ടുള്ളതാണ് കൂട്ടിയത്. ഇനി അരച്ചത് കൂട്ടാം. ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത്തിരി തേങ്ങ അരച്ചത് കൂട്ടാം. തേങ്ങയിൽ ജീരകവും 2 പച്ചമുളകും അരച്ചത് ഇതിലേക്ക് ചേർക്കുക. തേങ്ങ നല്ല യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് ഇത്തിരി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ യോജിപ്പിച്ചെടുക്കുക. ഇത്തിരി മധുരത്തോടു കൂടി ആയതുകൊണ്ട് 1 കഷ്ണം ബെല്ലിടും. അരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൽ ഒഴിക്കാം. കുറച്ച് മധുരമുള്ളത് പാലക്കാട്ടുകാർക്ക് ഒരു ഇഷ്ടമാണ്. അവർക്കാണ് ഈ പൊതുവേ പറഞ്ഞ ഈ ഓണക്കറികളൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്നത് അവർക്കാണ്. നമുക്ക് വെള്ളം ഒഴിക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കുക. വെളിച്ചെണ്ണ തൂങ്ങുക. വെളിച്ചെണ്ണ ഒന്നും ഒരുപാട് ഒഴിക്കാനുള്ള സമയമല്ല. നമുക്ക് ബഡ്ജറ്റ് സ്റ്റൈലിലുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നന്നായിരിക്കും. നല്ല ടേസ്റ്റാണിത്. ചോറിനൊക്കെ നന്നായി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഓണക്കറികളിലൊക്കെ ഉണ്ടാകുന്ന കൂട്ടാണിത്. നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.